ഹലോ എവരിബഡി, നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടാണ് പലതരത്തിൽ ലൈക്കായും കമൻറ്റായും പ്ലാൻസ് വാങ്ങിയും ഒക്കെ തരുന്ന ഈ സപ്പോർട്ടാണ് മിക്കവാറും ആഴ്ചകളിലെല്ലാം തന്നെ ഇങ്ങനൊരു വീഡിയോ ഇടാൻ വേണ്ടി പ്രചോദനമാകുന്നത്. എനിക്ക് തുടർന്നും എല്ലാവരുടെയും ഈ വിലയേറിയ സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. നമുക്ക് രേഖയും രാജം പ്ലാൻസും എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ പലതരം പ്ലാൻസുകളുണ്ട്. ചില പ്ലാൻസുകൾ 2 എണ്ണം 3 എണ്ണം അത്രയൊക്കെ ഉള്ളൂ. പലതരം പ്ലാൻസിനെ ഉൾപ്പെടുത്തിയ ഒരു സെയിൽ വീഡിയോയാണ് ഇന്നത്തെ ഈ വീഡിയോ. പ്ലാൻസ് എല്ലാം അയക്കുക. DTDC ത്രൂ ആണ്. സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെയും അയക്കും. GPay ആണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത്. ഇതിലേതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ വീഡിയോയുടെ ആദ്യം കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാലും മതി. പ്ലാൻസിൻ്റെ പ്രൈസ് മാത്രമാണ് പറയുന്നത്. എല്ലാത്തിനും തന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. ഈ പ്ലാന്റാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യമുള്ളത്. ക്രിപ്റ്റാന്തസിൻ്റെ ഈ പ്ലാന്റ്, ഈ സൈസ് പ്ലാന്റാണ് ഉള്ളത്. നല്ല വലിപ്പമായ പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 90 റുപ്പീസ്, 90 രൂപ മാത്രമാണ്. അടുത്തത് ഈ കലാത്തിയാണ്. ഈ കലാത്തിയ ഡബിൾ ഷൂട്ടാണ്. ഡബിൾ ഷൂട്ടിന് പ്രൈസ് വരുന്നത് 100 റുപ്പീസ്, 100 രൂപയാണ്. സിംഗിൾ ഷൂട്ടാണെങ്കിൽ 60 റുപ്പീസാണ് വരിക. 2 ഷൂട്ട്സ് ഒന്നിച്ച് വാങ്ങുകയാണെങ്കിൽ 100 റുപ്പീസ് മാത്രമാണ് പ്രൈസ് വരുന്നത്. അടുത്തത് ഈ ഫേണാണ്. ഈ ഫേണിന് പ്രൈസ് വരുന്നത് 50 റുപ്പീസ്. സെയിം സൈസ് പ്ലാന്റാണ് അയച്ചു തരിക. ഇതിൻ്റെ പ്രൈസ് 50 റുപ്പീസ്, 50 രൂപ മാത്രമാണ്. ഈ കലേഡിയവുമുണ്ട്. ഒരേ ഒരു ടൈപ്പ് കലേഡിയം മാത്രമേ ഉള്ളൂ. ഈ കലേഡിയവും സെയിലിനായിട്ടുണ്ട്. ഈ കലേഡിയത്തിൻ്റെ പ്രൈസ് വരുന്നത് 90 റുപ്പീസ്, 90 രൂപയാണ് അതിന് പ്രൈസ് വരുന്നത്. അടുത്തത് ഈ പ്ലാന്റാണ്. അഗ്ലോണിമ സ്വേർഡ്, റെഡ് സ്വേർഡ്, ബാത്തിക്ക്, ഇങ്ങനെ പല പേരുകളിലും കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ബുഷി പോട്ട് അവൈലബിൾ ആണ്. ബുഷി പോട്ടിന് പ്രൈസ് വരുന്നത് 240 രൂപ, 240 റുപ്പീസ് മാത്രമാണ്. അഥവാ ഇനി സിംഗിൾ ഷോട്ട് വേണമെങ്കിൽ അതിന് 130 റുപ്പീസ്, 130 രൂപയാണ് സിംഗിൾ ഷൂട്ടിന് പ്രൈസ് വരുന്നത്. ബുഷി പോട്ട് തന്നെ വാങ്ങുന്നതാണ് നല്ലത്. ചിലതിനകത്ത് നിറയെ കുഞ്ഞു കുഞ്ഞു ഷൂട്ടുകളുണ്ട്, തൈകളുണ്ട്. ചിലതിനകത്ത് ഒരു വലിയതും 2 വലിയ ഷൂട്ടുകളാണെങ്കിൽ ഒരു ചെറിയ ഷൂട്ടും കൂടെ ഉള്ളൂ. പല സൈസിലാണ് ഷൂട്ടുകളുടെ എണ്ണം വരുന്നത് ഈ ഓരോ പോട്ടുകളിലും. പെട്ടെന്ന് തന്നെ ഷൂട്ടുകളൊക്കെ വന്ന് നിറയുന്ന പ്ലാന്റാണ് ഇത്. അടുത്ത പോട്ടാണ്. അടുത്ത പോട്ടിൽ 2 വലിയ പ്ലാന്റും ഒരു ചെറിയ പ്ലാന്റ്, അങ്ങനെയൊക്കെ പല സൈസിലാണ് ഷൂട്ടുകളുടെ എണ്ണം വരുന്നത് ഈ പ്ലാന്റിൽ. ഹെൽത്തി പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ. അടുത്തത് കോബ്രയാണ്. കോബ്രയുടെയും ഡബിൾ ഷൂട്ട് അടങ്ങിയ ഫുൾ പോട്ടാണ് ഈ കാണുന്നത്. ബുഷി പോട്ടിന് 380 രൂപ, 380 റുപ്പീസാണ് പ്രൈസ് വരിക. എബോവ് മീഡിയം സൈസാണ് 2 പ്ലാന്റ്സും. ഓൾമോസ്റ്റ് സെയിം സൈസ് വരുന്നതാണ്. സിംഗിൾ പ്ലാന്റായിട്ട് വേണമെങ്കിൽ 200 റുപ്പീസാണ്, 200 രൂപയാണ് പ്രൈസ് വരുന്നത്. കോബ്ര ഇപ്പോഴും നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ്. കുറച്ച് ഇലകളിലൊക്കെ ഡിസൈൻ പോലെ റൗണ്ട് ഷേപ്പിൽ വരുന്ന പ്ലാന്റാണ്. അടുത്തത് ഈ ലെഗസിയാണ്. ഗ്രീൻ ലെഗസി എന്നും ബ്ലാക്ക് ലെഗസി എന്നും ഒക്കെ പറയും. ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 160 രൂപ, 160 റുപ്പീസാണ്. എല്ലാത്തിനും തന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. നല്ല ഹെൽത്തി പ്ലാന്റാണ്. അടുത്തത് ഈ പീച്ച്, കൊച്ചിൻ പീച്ചാണ്. ഇതിന് പ്രൈസ് വരുന്നത് 160 രൂപ, 160 റുപ്പീസ് തന്നെയാണ് കൊച്ചിൻ പീച്ചിനും പ്രൈസ് വരുന്നത്. അടുത്തത് 10 ക്യാരറ്റ് ആണ്. ഇത് ശരിക്കും 10 ക്യാരറ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിലുള്ള 10 ക്യാരറ്റിൻ്റെ ഇലകൾക്ക് പക്ഷേ വേറൊരു ഷേപ്പാണ്. ഇതിന് കുറച്ചുകൂടെ ഇലകൾക്കൊരു നീളമൊക്കെ വരുന്നുണ്ട്. ഈ 10 ക്യാരറ്റാണ് അടുത്തതായിട്ടുള്ള പ്ലാന്റ്. ഇത് പീക്കോക്കാണ് അടുത്തത്. പീക്കോക്ക് പ്ലാന്റും സെയിലിനായിട്ടുണ്ട്. പല സൈസിലെ പീക്കോക്ക് പ്ലാന്റുകളും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. 130 രൂപ, 130 റുപ്പീസ് മുതൽ 250, 250 റുപ്പീസ് വരെ പ്രൈസുള്ള പീക്കോക്കിൻ്റെ, റെഡ് പീക്കോക്കിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. പല സൈസിലുള്ളത്. ഒരുപാട് നമ്പറുകളൊന്നുമില്ല. 130യുടേത് ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ 250യും അതിൻ്റെ ഇടയിൽ വരുന്ന പ്രൈസ് റേഞ്ചിലുള്ള പീക്കോക്ക് പ്ലാന്റ്സ് അവൈലബിൾ ആണ്.
അടുത്തത് ഫയർ റെഡിൻ്റെ പ്ലാന്റാണ്. നല്ല റെഡ് കളറ് ഉള്ള പ്ലാന്റാണ്. മിഡിലിൽ വരുന്ന നടുക്ക് വരുന്ന പുതിയ ഇലകൾക്കെല്ലാം തന്നെ നല്ല റെഡ് കളറാകുന്ന ഫയർ റെഡിൻ്റെ പ്ലാന്റാണ്. ഇത് 2 സൈസിലെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. 170 രൂപയുടെ പ്ലാന്റുമുണ്ട്. അതിനേക്കാളും വലിയ 210, 230 ഈ പ്രൈസ് റേഞ്ചിലുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ്. സിംഗിൾ പ്ലാന്റാണ്. കൂടുതലും ഷൂട്ടുള്ളവ ഇല്ല. ഷൂട്ട് ഉണ്ടെങ്കിൽ തന്നെയും വളരെ കുഞ്ഞ് ഷൂട്ട് വരാൻ തുടങ്ങിയ ടൈപ്പ് പ്ലാന്റാണ്. ഫയർ റെഡിൻ്റെ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തത് ബ്യൂട്ടി റെഡിൻ്റെ നെറ്റ് പോട്ട് സൈസിലുള്ള ഈ തൈകളാണ്. ഇതിന് പ്രൈസ് വരുന്നത് 130 രൂപ, 130 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. അടുത്തത് തായ് റെഡിൻ്റെ ബൗള് പോലൊക്കെ ഇരിക്കുന്നതാണ്. തായ് റെഡ് എന്നാണ് ഐ ഡി പറഞ്ഞത്. അതിൻ്റെ തൈകളാണ്. 140 രൂപയാണ് അതിന് പ്രൈസ് വരിക. ഇത് പീക്കോക്കിൻ്റെ പല സൈസിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണെന്ന് പറഞ്ഞില്ലേ, അതാണ്. 130ൻ്റെ പ്ലാന്റ് ഉണ്ട്. അങ്ങനെ 250 വരെയുള്ള പ്രൈസ് റേഞ്ചിലുള്ള പ്ലാന്റുകളുണ്ട്. പിങ്ക് ഡാൽമേഷ്യൻ്റെ മദർ പ്ലാന്റും ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ല കളറൊക്കെ വന്ന റോട്ടാണ്ടും ടൈഗറിൻ്റെ മദർ പ്ലാന്റും അവൈലബിൾ ആണ് സെയിലിനായിട്ട്. പിങ്ക് ഡാൽമേഷ്യൻ്റെയും റോട്ടാണ്ടത്തിൻ്റെയും എല്ലാം ചെറിയ തൈകളും അവൈലബിൾ ആണ്. ഈ ഫിലോഡെൻഡ്രോണുകളാണ് ജംഗിൾ ഫീവർ. പിന്നെ അടുത്തത് നാരോ ലീഫ് അഗ്ലോണിമയാണ്. 80 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. നല്ല ഭംഗിയുള്ള അഗ്ലോണിമയാണ്. പച്ച കളറാണെങ്കിൽ പോലും. പിന്നെ ഇതൊക്കെ മൂൺഷൈനും ബ്ലാക്ക് കർഡിനാൽ ഇങ്ങനെയൊക്കെയുള്ള ഫിലോഡെൻഡ്രോണുകളാണ്. ഇതെല്ലാം തന്നെ സെയിലിനായിട്ടുള്ളവ തന്നെയാണ്. ഇതിന് പ്രൈസ് വരുന്നത് 110 രൂപ, 110 റുപ്പീസ് മാത്രമാണ്. ഈ പ്ലാന്റിന് 180 റുപ്പീസ്, 180 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ നാരോ ലീഫുള്ള അഗ്ലോണിമ നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമയാണ്. മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്ലാന്റാണ് ഇത്. 130 രൂപ, 130 റുപ്പീസാണ് ഈ സൈസുള്ള പ്ലാന്റിന് പ്രൈസ് വരുന്നത്. ഇത് മെച്ചുവേർഡായ പ്ലാന്റാണ്. ഇതിന് മുമ്പ് ഞാൻ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നപ്പോൾ കായൊക്കെ ഉണ്ടായതാണ്. 1-2 കായ വീതമാണ് ഉണ്ടാകുന്നത്. അത് കവർ മാറ്റാത്തത് കൊണ്ടാണ് ഈ സൈസ് നിൽക്കുന്നത്. 130 റുപ്പീസ്. അടുത്തത് ഇത് ശ്രീലങ്കൻ മുല്ലയാണ്. 60 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരുന്നത്. ശ്രീലങ്കൻ മുല്ലയ്ക്ക് നല്ല വെള്ള കളറിലെ പൂക്കൾ എപ്പോഴും ഉണ്ടാകുന്നതാണ്. മണമില്ല, മുല്ലയാണെങ്കിലും മണമില്ലാത്തതാണ്. അടുത്തതൊരു ഫേണാണ് ആസ്പരാഗസ്. ബുഷിപ്പോട്ട് 100 രൂപയാണ്. സിംഗിൾ ആണെങ്കിൽ 40 രൂപ. അടുത്തത് ഈ ഡസീനിയ കോമ്പാക്റ്റഡ് തൈയാണ്. 90 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റാണ്. സ്ലോ ഗ്രോത്താണ്. നമുക്ക് ഇൻഡോറിലും വെക്കാവുന്ന പ്ലാന്റാണ് അത്. അടുത്തത് ഈ മെഡിനില്ല പ്ലാന്റാണ്. പൂക്കളൊക്കെ ആയ പ്ലാന്റാണ്. ഈ സൈസുള്ള പ്ലാന്റിന് 90 രൂപ, 90 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. എല്ലായിടത്തും ഇപ്പോൾ കോമൺ ആയി തുടങ്ങിയെന്ന് തോന്നുന്നു ഈ പ്ലാന്റ്. ഈ സൈസാണ് പ്ലാന്റിന് വരിക. അതിൻ്റെ പ്രൈസാണ് 90 രൂപ, 90 റുപ്പീസ് വരുന്നത്. അടുത്തത് ഈ പാമാണ്. ഈ പാമിന് 50 രൂപയാണ്. ഇത് എന്ത് പാമാണെന്ന് അറിയത്തില്ല. ടേബിൾ പാം വലുതായതാണോ എന്നൊരു സംശയമുണ്ട്. അരിക്കപ്പാമൊന്നുമല്ല. അതിൻ്റെ പ്രൈസ് 50 രൂപയാണ്. അടുത്തത് ഈ ഡ്രസീനിയാണ്. ഇതിന് പ്രൈസ് വരുന്നത് 40 രൂപയാണ്, 40 റുപ്പീസ്. വലുതാവുമ്പോൾ നല്ല കളറൊക്കെ വരുന്ന ഒരു പ്ലാന്റാണ്. അടുത്തത് കാമിനി മുല്ല, മരമുല്ല. അതിൻ്റെ മിനിയേച്ചർ പ്ലാന്റാണ്. പോട്ടിലൊക്കെ വളർത്താൻ പറ്റിയ ചെടിയാണ്. അടുത്തത് ഈ അഗ്ലോണിമയാണ്. ഇതിന് പ്രൈസ് വരുന്നത് 80 രൂപ, 80 റുപ്പീസാണ്. ഗ്രീനിൽ വെള്ള കളറിലെ ഡിസൈൻ പോലുള്ള ഒരു പ്ലാന്റാണ്. അടുത്തത് ഈ കലാത്തിയാണ്. ഈ കലാത്തിയ 2 ഷൂട്ട്സ് വീതമുള്ള പോട്ടാണ് ഉള്ളത്. ഇതിന് 2 ഷൂട്ടിന് പ്രൈസ് വരുന്നത് 180 റുപ്പീസ്, 180 രൂപയാണ് പ്രൈസ് വരിക. സിംഗിൾ ഷൂട്ടിന് പ്രൈസ് വരുന്നത് 100 രൂപ, 100 റുപ്പീസാണ്. 2 എണ്ണം കൂടെ വാങ്ങുന്നതായിരിക്കും ലാഭം. 180 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഒരു ഷൂട്ടിന് 100 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു കലാത്തിയാണ്. ഈ കലാത്തി ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തത് ഈ ബ്ലാക്ക് ലിപ്സ്റ്റിക്കാണ്. ബ്ലാക്ക് ലിപ്സ്റ്റിക്ക് റെഡ്
ഓറഞ്ച് അതിൽ ഡിമാൻഡ് കുറച്ച് കൂടിയതാണ്. ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ മദർ പ്ലാന്റുകളാണ് സെയിലിനായിട്ടുള്ളത്. സിംഗിൾ പ്ലാന്റിൻ്റെ പ്രൈസ്, ഈ സൈസ് പ്ലാന്റുകളാണ് എല്ലാം തന്നെ വരുന്നത്, 170 രൂപയാണ്. 170 റുപ്പീസാണ് വരുന്നത്. ഈ പ്ലാന്റിന് ചെറിയ ഷൂട്ടുകളൊക്കെ വരുന്നുണ്ട്. ഷൂട്ടുകളൊക്കെ ചെറുതായിട്ട് വരുന്ന 1-2 ഷൂട്ടുണ്ട്. അതിന് പ്രൈസ് വരുന്നത് 200 രൂപയാണ്, 200 റുപ്പീസാണ്. ഇപ്പോൾ 2 ഷൂട്ടുള്ള ഫുൾ പോട്ട് വേണമെങ്കിൽ 300 റുപ്പീസാണ്. അടുത്തത് ഈ സ്നോ വൈറ്റിൻ്റെ പ്ലാന്റാണ്. സിംഗിൾ പ്ലാന്റിന് പ്രൈസ് വരുന്നത് 125 രൂപയാണ്, 125 റുപ്പീസാണ് സിംഗിൾ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇതും ഡബിൾ ഷൂട്ടുള്ള ഫുൾ പോട്ട് വേണമെങ്കിൽ 220 രൂപയാണ് പ്രൈസ് വരുന്നത്. 220 റുപ്പീസാണ് ഡബിൾ ഷൂട്ടിന് പ്രൈസ് വരുന്നത്. ലിപ്സ്റ്റിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചെറുതാണ്, പക്ഷേ തൈകളല്ല. ഇത് അടുത്തൊരു വെറൈറ്റിയാണ് അഗ്ലോണിമയുടെ. ഇതും സെയിലിനായിട്ടുണ്ട്. ഈ നാരോ ലീഫിൽ ഇടയ്ക്കിടയ്ക്ക് ഡിസൈൻ ഉള്ള ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 70 രൂപയാണ്, 70 റുപ്പീസാണ് സിംഗിൾ ഷൂട്ടിന് പ്രൈസ് വരുന്നത്. അടുത്തത് കുറച്ച് തൈകളാണ്. സീഡ്ലിംഗ് എന്നത് കോമണായി എല്ലാവരും ഉപയോഗിക്കുന്നൊരു പദമാണ്. പക്ഷെ എല്ലാവർക്കും തന്നെ അറിയാം ഇത് സീഡിൽ നിന്നല്ല ടിഷ്യൂ കൾച്ചർ വഴി വരുന്നതാണ് മിക്കവാറും ഉള്ളവയെന്ന്. റോട്ടാണ്ടമുണ്ട്, 10 ക്യാരറ്റ് ആണെന്നും 24 ക്യാരറ്റ് ആണെന്നും പറയുന്നു. തൈകൾ കണ്ട് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ട്രൈ കളറുണ്ട്, പിങ്ക് ഡാൽമേഷനുണ്ട്. ഇത് നേരത്തെ ഞാൻ ഒരു വീഡിയോയ്ക്ക് മുൻപ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നു. ആ തൈകളല്ല, ഇത് പുതിയ സ്റ്റോക്ക് വന്നതാണ്. ഇതിൻ്റെ ചെറിയ ഇലകൾ കണ്ടാൽ എനിക്ക് 24ഉം 10ഉം തിരിച്ചറിയത്തില്ല. നിങ്ങൾക്കറിയാമായിരിക്കും, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ല. ചൈന റെഡ് ഉണ്ട്, ജയ്പോങ് റെഡ് ഉണ്ട്. എല്ലാത്തിൻ്റെയും ഇതൊരു സിംഗിൾ പ്ലാന്റ് അല്ല വെച്ചിരിക്കുന്നത്, 2-3 പ്ലാന്റുകൾ ഒന്നിച്ച് വെച്ചിരിക്കുകയാണ് ഒരു പോട്ടിനുള്ളിൽ. നെറ്റ് പോട്ട് സൈസാണ്. ചിലവയുടെയൊക്കെ നെറ്റ് പോട്ട് ഊരി മാറ്റിയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെയുള്ള പ്ലാന്റുകളുമുണ്ട്. തായ് സൂപ്പർ റെഡ്, തായ് ബൗള്, അങ്ങനെയൊക്കെ പല ഐഡിയയിലുള്ള സീഡ്ലിങ്ങുകളാണ്. അപ്പോൾ ഇതിന് ഒരു വീഡിയോയ്ക്ക് മുൻപ് ഒരു സീഡ്ലിങ്ങിൻ്റെ വീഡിയോ ഇട്ട ആ പ്രൈസല്ല ഇവയുടെ എല്ലാം തന്നെ. ചിലതിനൊക്കെ അതിൽ കുറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഈ റയാൻ ഗോൾഡാണ്, ചെറിയ പ്ലാന്റാണ്. ഇതും സെയിലിനാണ്. 280 രൂപ, 280 റുപ്പീസാണ് ഈ റയാൻ ഗോൾഡ്. ചെറിയ സൈസാണ്, അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത്രയും. വലിയ പ്ലാന്റുകൾക്കൊക്കെ നല്ല വിലയുണ്ടല്ലോ റയാൻ ഗോൾഡിന്. ഇതിന് 280 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. അടുത്തതൊരു ഫ്രോസണാണ്, ഗ്രീൻ കളറൊക്കെ ഉള്ള ഒരു ഫ്രോസണാണ്. ഇതിനും പ്രൈസ് വരുന്നത് 280 ഇതും മദർ പ്ലാന്റ് തന്നെയാണ്. 280 റുപ്പീസാണ് ഈ ഫ്രോസണിനും പ്രൈസ് വരുന്നത്. ഗ്രീൻ കളർ കൂടുതലുള്ള ഒരു ഫ്രോസണാണത്. അടുത്തത് ഈ തൈകളാണ്. അഗ്ലോണിമയുടെ പലതരത്തിലുണ്ട്. ചൈന റെഡ്, ജയ്പോങ് റെഡ്, തായ് റെഡ്, ഡാൽമേഷന് എല്ലാം തന്നെയുണ്ട്. പിന്നെ ഒരു കാര്യം വീഡിയോയുടെ ആദ്യം പറയേണ്ടിയിരുന്ന മറന്നുപോയി. ഈ വീഡിയോയിലും ഒരാൾക്ക് ഫ്രീ പ്ലാന്റ് തരുന്നുണ്ട്. ഒരു ചെറിയ ഫ്രീ പ്ലാന്റ്, ഒരു 10 ക്യാരറ്റിൻ്റെ പ്ലാന്റാണ് ഫ്രീ ആയിട്ട് തരുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ മകന് 5.5 വർഷത്തെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അവൻ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തു. ഹൗസ് സർജൻസി എല്ലാം അവൻ്റെ കംപ്ലീറ്റായി. അപ്പം എല്ലാ ചെറിയതും വലിയതുമായ സന്തോഷം വരുമ്പോഴും നിങ്ങളെ ഓർക്കണമല്ലോ. അതുകൊണ്ടാണ് ഈ ഫ്രീ പ്ലാന്റ് തരുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വീഡിയോയുടെ ലിങ്ക് വാട്സാപ്പ് സ്റ്റാറ്റസായിട്ട് വെച്ചാൽ മതി. നേരത്തെയൊക്കെ അതിന് എത്ര ലൈക്ക് കിട്ടിയോ ആ ലൈക്ക് നോക്കിയിട്ടായിരുന്നു ഫ്രീ പ്ലാന്റ് തരിക എന്ന് പറയുക. ഇപ്രാവശ്യം അങ്ങനല്ല. സ്റ്റാറ്റസ് വെക്കുന്നവരെല്ലാം തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അത് അയച്ചു തരണം. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാണ് ആ 10 ക്യാരറ്റ് പ്ലാന്റ് ഫ്രീ ആയിട്ട് തരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഞാനൊരു സ്റ്റാറ്റസൊക്കെ വെച്ചാലുണ്ടല്ലോ, ആരും തന്നെ അത് കാണാനൊന്നും അധികം ആൾക്കാരൊന്നും കാണാനുണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പലരും ഉണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാണ് ഈ പ്ലാന്റ് ഫ്രീ ആയിട്ട്, കൊറിയർ ചാർജ് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് അയച്ചു തരിക. നിങ്ങൾ ചെയ്യേണ്ടത്, വാട്സാപ്പ് സ്റ്റാറ്റസിൽ ഈ വീഡിയോയുടെ ലിങ്ക് വെക്കുക. എന്നിട്ട് അത് എൻ്റെ വാട്സാപ്പിലേക്ക് അയച്ചു തരിക. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാണ് ഈ പ്ലാന്റ് ഫ്രീ ആയിട്ട് തരുന്നത്. എല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എൻഡ് വരെ കണ്ട് സപ്പോർട്ട് കൂടി ചെയ്യണം.
തമ്പനയിലും ഫ്രീ പ്ലാന്റ് ഇടുന്നില്ല, അത് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചു. അത് വീഡിയോയുടെ ആദ്യം ഇത് പറയേണ്ടിയിരുന്ന അതും വിട്ടുപോയി. ഇനിയിപ്പോൾ എത്ര പേര് കാണുമെന്നറിയത്തില്ല. എല്ലാവരും സഹകരിക്കണം. സ്റ്റാറ്റസ് വെച്ചിട്ട് അതിൻ്റെ ലിങ്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരണം. വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ ആദ്യം കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗെയിൻ.